സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ തൗഹീദിനെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിയത്. ഇനി എന്താണ് തൗഹീദിൻ്റെ ഇനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ തന്നെ തൗഹീദ് 3 ഇനങ്ങളിലായിട്ടാണ്. അതിൽ ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യത്ത്, സൃഷ്ടി സംരക്ഷണത്തിൽ ഏകനാക്കൽ, അഥവാ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഭക്ഷണം നൽകുകയും നമ്മെ എല്ലാം നിയന്ത്രിക്കുകയും നേർമാർഗം നൽകുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്, അവന് അതിൽ യാതൊരു പങ്കുകാരുമില്ല എന്ന് ദൃഢമായി വിശ്വസിക്കലാണ് തൗഹീദുർ റുബൂബിയ്യത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യത്ത്, ആരാധനക്കർഹതയിൽ ഏകനാക്കൽ, അഥവാ എല്ലാ ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് ദൃഢമായി വിശ്വസിക്കലാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം. മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, നാമഗുണ വിശേഷണങ്ങളിൽ ഏകനാക്കൽ, അഥവാ അള്ളാഹുവിന് ധാരാളമായി നാമങ്ങളുണ്ട്, നല്ല നല്ല നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ എല്ലാം അവൻ്റേത് മാത്രമാണ്, അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് ദൃഢമായി വിശ്വസിക്കലാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇത് 3 അംഗീകരിക്കുമ്പോൾ മാത്രമേ നാം യഥാർത്ഥമായ ഒരു വിശ്വാസിയായി മാറുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ 19-ാം അധ്യായം സൂറത്തു മറിയമിൻ്റെ 65-ാമത്തെ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതേപോലെ തന്നെ അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവത്രേ അവൻ. ആകയാൽ അവനെ താങ്കൾ ആരാധിക്കുക, ആരാധനയുടെ കാര്യത്തിൽ ദൃഢമായി ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത മറ്റു വല്ലവരെയും താങ്കൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലുള്ള മനുഷ്യരോട് മുഴുവനും അവൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ 3 ഇനങ്ങളെയും സ്പർശിക്കുന്ന ഒരായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൽ ഒരു നിലക്കും നാം പങ്കുകാരെ ചേർക്കരുതേ. സൃഷ്ടികർത്താവായ അതേപോലെ തന്നെ ആരാധനക്കർഹനായ ധാരാളം നാമങ്ങൾക്കുടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മനസ്സിലാക്കുക, അവനെ നാം സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.